നെടുമങ്ങാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഏറ്റവും പ്രസക്തമായൊരു മണ്ഡലമാണ്. ഇത് അടിസ്ഥാനപരമായി നെടുമങ്ങാട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. മണ്ഡലത്തിനകത്തെ ഭൂരിപക്ഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. 22% മുസ്ലിം കമ്മ്യൂണിറ്റി, 8% ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും, പിന്നെ ഒരു 30%-ലേറെ നായർ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ലിസ്റ്റിലവിടെ മുൻഗണനയിൽ നിൽക്കുന്നത് ചെറുപ്പക്കാരനാണ്, BRM ഷഫീറാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് യുവരാജ് ഗോകുലാണ്. പിന്നെ അവിടുത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 3 പേരും സുകുമാരൻ നായരെ വെറുപ്പിക്കത്തില്ല. കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും സജീവമായിട്ടുള്ള സ്ഥലമാണ്. അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പം അങ്ങനെ വരുമ്പം ഈ നായർ വോട്ടുകൾക്കകത്തൊരു സ്പ്ലിറ്റ് വരികയും ഷഫീർ ചിലപ്പോൾ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. 2031 നെടുമങ്ങാട് മണ്ഡലം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റാൻ ഒരുപക്ഷെ യുവരാജ് ഗോകുലിന് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മധ്യത്തോടുകൂടി നടക്കും എന്ന് ഏകദേശം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പല നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും NDAയുടെയും ഒക്കെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നെടുമങ്ങാട് മണ്ഡലം ഇപ്പോൾ CPIയുടെ MLA ആണുള്ളത്. എന്തായിരിക്കും നെടുമങ്ങാടിൻ്റെ 2026 ഒരു അവസ്ഥ എന്ന് പറയുന്നത്? നെടുമങ്ങാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഏറ്റവും പ്രസക്തമായൊരു മണ്ഡലമാണ്. പണ്ട് കടക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന സിംഹഭാഗങ്ങളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പല പഞ്ചായത്തുകളും, വെമ്പായ ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകൾക്കകത്തും അങ്ങനെ ഒരു സ്വാധീനം അവിടെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ പിന്നെ മാണിക്കൽ, കരകുളം, അതേപോലെ തന്നെ അണ്ടൂർക്കോണം, പിന്നെ പോത്തൻകോട്, വെമ്പായം. അണ്ടൂർക്കോണം ഒരു മുസ്ലിം ഹബ്ബാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് അവിടെയുള്ളത്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിൽ നിന്നൊരു ഒരു കാലഘട്ടത്തിൽ സീറ്റ് കൊടുക്കാറില്ല. പണ്ട് തന്നെ കടക്കൂട്ടത്തിൽ ലീഗിന് ഒരു പ്രാവശ്യം സീറ്റ് കൊടുത്തപ്പോഴാണ് വാഹിദ് സ്വതന്ത്രനായിട്ട് നിന്നിട്ട് ലീഗിനെ തോപ്പിച്ച് UDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് റിബലായിട്ട് മത്സരിച്ച് അടുത്ത മുന്നണിയും പരാജയപ്പെടുത്തി വന്നു. 3 പ്രാവശ്യം വാഹിദ് MLA ആയി. പക്ഷേ വാഹിദിന് ഇപ്പം നെടുമങ്ങാട് ഈ വയസ്സുകാലത്ത് പോയിട്ട് നിന്നാൽ കൊള്ളാന്നുള്ളത് ഇവന്മാർ ആഗ്രഹം ആലോചിക്കുന്നത്. ഇത് കാലം നീട്ടിയിരിക്കുമ്പോഴും പോയിട്ടും MLA ആവണം എന്നിട്ട് എണ്ണ ഉണ്ടാക്കാൻ അതൊന്നും അറിയത്തില്ല, ആശ തീരത്തില്ല. ഇത് വല്ലാത്ത സാധനങ്ങളാണ്. അത് വാഹിദും പാലൂട് രവിക്കൊക്കെ ഇപ്പോഴും നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. MMS ഇനി നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇവന്മാരെല്ലാം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റല്ല, സ്പേസിലോട്ട് കയറ്റി വിടണം. സുനിത വില്യംസ് ഒക്കെ പോയ പോലെ 8 മാസം കഴിഞ്ഞിട്ട് കൊണ്ട് പോകാൻ മതി എന്നും പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും. ഇത് അടിസ്ഥാനപരമായി നെടുമങ്ങാട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. 1970 രൂപീകൃതമായതാണ്. അന്ന് KG കൃഷ്ണപിള്ള CPIയുടേത്, പിന്നീട് കണിയാപുരം രാമേന്ദ്രൻ നമ്മുടെ നാടകർത്തൂടെയായിട്ടുള്ള അദ്ദേഹം CPIയുടെ, KV സുരേന്ദ്രനാഥ് ആശാൻ അദ്ദേഹം പിന്നീട് MP ആയിട്ടുണ്ട്. അദ്ദേഹം 3 തവണ അവിടെ വന്ന് പിന്നെ 80-ലും 82-ലും 87-ലും ജയിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് 91-ൽ അവിടെ പാലൂട് രവി മണ്ഡലം പിടിക്കുന്നത്. 3 പ്രാവശ്യം പാലൂട് രവി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 91-ല്, 96-ല്, പിന്നീട് 2011-ല് ഒരു ഗ്യാപ്പിന് ശേഷം. അതിനിടയ്ക്ക് മാങ്കോട് ബാലകൃഷ്ണൻ 2 തവണ അവിടെ പിന്നെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. 2016-ൽ C ദിവാകരൻ മത്സരിച്ച് ജയിക്കുന്നു. 2021-ൽ GRL മത്സരിച്ച് വിജയിച്ചു. ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് 2ാം പിണറായി സർക്കാരിനകത്ത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ഡലം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. മണ്ഡലത്തിനകത്തെ ഭൂരിപക്ഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. 22% മുസ്ലിം കമ്മ്യൂണിറ്റി, 8% ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും, പിന്നെ ഒരു 30%-ലേറെ നായർ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള OBC, ബാക്കി SC ST എല്ലാം കൂടെ കൂടിയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. നാടാർ ഇതൊക്കെ എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ വരും. നാടാർ വളരെ കുറവാണ് നെടുമങ്ങാട് മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക് N ബ്ലോക്കായിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ UDFന് അനുകൂലമായിട്ട് വരും. അത് നമുക്ക് കഴിഞ്ഞ കുറേ ഇലക്ഷൻ ട്രെൻഡുകളിൽ ലോക്സഭയിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നടന്ന പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ BJP ഭീതി കൊണ്ട് അത് UDFിൽ, അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഞങ്ങൾക്ക് സംരക്ഷകരായിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ഞങ്ങളെ അങ്ങ് വന്ന് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ്. ഈ SIRനെ കുറിച്ചും മറ്റേതിനെക്കുറിച്ചൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുടെ ഭാഗമായിട്ട്. അപ്പോൾ മുസ്ലിം കമ്മിറ്റിയുടെ വോട്ട് എന്തായിരുന്നാലും UDF സ്ഥാനാർത്ഥിക്ക് വരും. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ലിസ്റ്റിലവിടെ മുൻഗണനയിൽ നിൽക്കുന്നത് ചെറുപ്പക്കാരനാണ്, BRM ഷഫീറാണ്, അഡ്വക്കേറ്റ് BRM ഷഫീർ. BMW എന്നൊക്കെ ഈ ട്രോളർമാർ പറയാറുണ്ട്, കരച്ചിൽ സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ടാണ് BMW എന്ന് പറയുന്നത്. കാരണം ആവേശക്കം പറ്റിയാണ്. ഷഫീർ നല്ലൊരു ക്യാമ്പയിനറാണ്, നന്നായിട്ട് പോയി പ്രസംഗിക്കാൻ പറ്റും. കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നിരന്തരമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര ചെയ്യുകയും മണിക്കൂറുകളോളം നിന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശുദ്ധഹൃദയനാണ്. പക്ഷേ ചില സമയത്തെങ്കിലും ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആവേശം കൂടി എന്തെങ്കിലും പറയും. ചാനൽ ചർച്ചയ്ക്കകത്ത് പോകുമ്പോൾ ഒന്നാമത് ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് CPMനും BJPക്കും സിസ്റ്റമുണ്ട്. കോൺഗ്രസിന് സിസ്റ്റം ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മുടെ ദീപ്തി മേരി വർഗീസിനാണ് എൻ്റെ ചുമതല കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവസാന നിമിഷമായിരിക്കും ചിലപ്പോൾ ആളോട് പറയുക, നീ ആ ചാനലിൽ പോകണം, നീ ഈ ചാനലിൽ പോകണം എന്നൊക്കെ പറയുന്നത്. ടോപ്പിക് എന്താണെന്ന് പോലും പഠിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ചാനലിനകത്തിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ പ്രോംപ്റ്ററി കൂടെ പറഞ്ഞു കൊടുക്കാൻ പിന്നെ ചെവിയിൽ ഇത് വെച്ച് കാണും. ഫോണിനകത്ത് പറഞ്ഞു കൊടുക്കലും ഫോണിനകത്ത് മെസ്സേജ് അയക്കാനുള്ള സംവിധാനം കാണും.
ബാക്കിയുള്ളവർക്ക്. കാരണം വേണ്ട സ്റ്റഫ്സ് അവർ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇൻപുട്ട് കൊടുക്കാൻ പോലും കോൺഗ്രസിനകത്ത് ആൾക്കാരില്ല. കാരണം ഒരുത്തരെങ്കിലും പോയി അറിയാൽ എനിക്ക് നാളെ ചാൻസ് കിട്ടുമല്ലോ എന്ന് കണ്ടിരിക്കുക, കൂടെ നിൽക്കുന്നവർ പാല വെക്കുക. അങ്ങനെയാണ്. പക്ഷേ ഷഫീർ പിന്നെ ചാനൽ ചർച്ചയ്ക്കകത്ത് രസകരമായിട്ടൊരു കാര്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ അവന് ഞരമ്പ് രോഗത്തിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അത് അറിയാതെ വീണു പോയതാണെങ്കിലും കാരണം സത്യസന്ധനാണ്, ശുദ്ധഹൃദയനാണ്, ഒരു അഭിഭാഷകൻ. എന്ത് രോഗത്തിനാണ്? ഞരമ്പ് രോഗം. അതും ചിരിക്കാതെ പറയത്തുള്ളൂ. പൊതുവെ പക്ഷേ വളരെ ശുദ്ധഹൃദയനാണ്. ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ CPM-ൻ്റെയും BJP-യുടെ ഒക്കെ ആൾക്കാർ പറയുമ്പോൾ ഷഫീർ ഒരു പാവമാണെന്ന് പറയാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്, അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് ലോ എടുത്തു, അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ടവരുടെയൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് സ്റ്റാമ്പ് പേപ്പർ വരെ മേടിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. പിന്നെ അവർക്ക് ചാരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്ന് GRNലാണ് എന്തെങ്കിലും അഴിമതി നടത്തുന്നുണ്ടോ? ഇല്ല. GRNൽ അഴിമതിക്കാരനാണെന്നുള്ളൊരു ആക്ഷേപം എനിക്ക് ഉന്നയിക്കാനില്ല. അത് മൊത്തത്തിൽ CPI-ക്കാർ ഇപ്പോൾ ഉള്ള ബലഹീനതയാണ്. അവർക്ക് ഒരു തരം പേടിയാണ് CPM-ൻ്റെ അടുത്ത് സംസാരിക്കാൻ. പിന്നെ D രാജയും ആനി രാജയും അവിടെ ആണ്. ആ ആനി രാജയെ പിടിച്ച് കേരള പൊളിറ്റിക്സ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കാര്യമായിരുന്നു. അവരെ ശരിക്കും അവരുടെ വോട്ട് കേരളത്തിലേക്ക് മാറ്റിയിട്ട് കേരളത്തിലെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിപ്പിച്ച് അവരെ മന്ത്രിയാക്കേണ്ടതാണ് ആനി ചേച്ചിയൊക്കെ. അത് ഉള്ള ബുദ്ധി അവർക്ക് തോന്നിയിട്ടില്ല. പിന്നെ KU ഇസ്മായിലിനെ പോലുള്ള മുതിർന്ന സഖാക്കളെ മൂലക്കിരുത്തി അതിൻ്റെ ഭാഗമായിട്ട് സേവ് CPI ഫോറം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട്. ഹരിപ്പാട് സീറ്റൊക്കെ അവർക്ക് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന, പറവൂർ സീറ്റ് അവർക്ക് വേണമെങ്കിൽ പിടിക്കാൻ പറ്റുന്ന, ഇവിടെയൊക്കെ ഇവരുടെ സംഘടനാ മെഷീനറി ദുർബലമായിപ്പോയി. പ്രസാദിൻ്റെ അവസ്ഥ പോലും ചേർത്തലയിൽ ഇത്തവണ കഷ്ടമാണെന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പ്രസാദ് ആള് പാവമാണെന്ന് വെച്ചാൽ ആണ്. സമീപകാലത്ത് CPI-യുടെ നല്ല ഒരു ഷോ നടത്താൻ പറ്റിയ ഒരു മന്ത്രി എന്നുള്ളതിൻ്റെ പദവി തെളിയിച്ചു തന്ന ഒരാൾ VS സുനിൽകുമാർ മാത്രമേ ഉള്ളൂ. സീതുവാരനുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഈ അവസരം നിൽക്കുന്നത്. അപ്പം GRNലിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രി എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യവകുപ്പായിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ഷേപങ്ങളുണ്ടെങ്കിലും അവർ പരിമിതികളുണ്ട്. കാരണം മൊത്തത്തിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ അതിനൊന്നും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം അഴിമതിക്കാരനാണെന്നുള്ള ആക്ഷേപം എനിക്കില്ല. അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് UDFന് അനുകൂലമായിട്ട്, അതായത് പിന്നെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് യുവരാജ് ഗോകുലാണ്. ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി GRNലൊന്നും ഒരു ഫെയിം കിട്ടുന്നില്ല. അതേസമയം BRM ഷഫീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിന് BMW എന്ന് CPM-കാർ ട്രോളിയിട്ടാണെങ്കിലും എല്ലാവർക്കും അറിയാം. BRM ഷഫീറിൻ്റെ ഫോട്ടോ കണ്ട് അറിയാത്തൊരു മലയാളിയില്ല. യുവരാജ് ഗോകുൽ വളരെ ഇരുത്തം വന്ന ഒരു ഡിബേറ്ററാണ്. കേരളത്തിലെ ഇന്നത്തെ ഡിബേറ്റർമാർക്കകത്ത് ചർച്ചയ്ക്കകത്തുള്ള മികച്ച 5 പേരെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് യുവരാജ് ഗോകുലാണ്. യുവരാജ് ഗോകുൽ വളരെ ശാന്തനാണ്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കും. BRM ഷഫീറിൻ്റെ അത്ര അമിതാവേശം കാണിക്കത്തില്ല, വളരെ സൗമ്യമായിട്ട് സൈലൻ്റ് അച്ചീവറായിട്ടിരിക്കും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുവരാജ് ഗോകുലിൻ്റെ അടുത്ത് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ വിവരം അറിയും. യുവരാജ് ഗോകുൽ ജ്യോതികുമാർ ചാമക്കാലയായിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. ചാമക്കാലയായിട്ട് ചർച്ച നടന്നപ്പം ഞാനൊന്ന് പറയട്ടെ ഞാൻ ഉണ്ടായില്ല, നിൻ്റെ അച്ചുകുട്ടി പോയി പറയടാന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാ നീ പറയടാന്നായി. അതുവരെ ചേട്ടാന്നാണ് വിളിച്ചത്. ബഹുമാനായ ജ്യോതികുമാർ ചാമക്കാല ചേട്ടാ ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇയാൾ പിന്നെ മെക്കിട്ട് കയറുകയെന്ന് കണ്ടപ്പോൾ അത് ഈ ജ്യോതികുമാർ ചാമക്കാളയ്ക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം വല്ലാതെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇയാൾക്ക് ചാമക്കാള എന്നുള്ള പേര് വേണേ. അപ്പോൾ എന്നാൽ നീ പറയടാന്ന് പറഞ്ഞു. യുവരാജ് ഗോകുൽ ഒറ്റ ക്ലാസിക് മറുപടി കൊടുത്തു. അപ്പോൾ യുവരാജ് ഗോകുൽ കാര്യങ്ങൾ നന്നായിട്ട് പറയാനും എഴുതാനും കഴിയുന്ന ആളാണ്. ഷഫീർ വളരെ അടിത്തട്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, ആളുകൾക്കിടെ സ്വീകാര്യനാണ്. നമ്മളല്ല വക്കീൽ ഫീസ് പോലും മര്യാദയ്ക്കൊന്നും മേടിക്കാത്തതാണ്. യുവരാജ് ഗോകുൽ ഗ്രാജുവേറ്റാണ്, മറ്റേ ആൾ ലോ ഗ്രാജുവേറ്റാണ്. അപ്പം പിന്നെ അവിടുത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 3 പേരും സുകുമാരൻ നായരെ വെറുപ്പിക്കത്തില്ല. സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ട് ഷഫീറും പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി പോന്നു. സുകുമാരൻ നായരുമായിട്ട് നല്ല ടൈംസില്ല. കാരണം നായർ വോട്ടാണ് അവിടെ പ്രധാനം. കരയോഗങ്ങളും താലൂക്ക് യൂണിയനുകളും സജീവമായിട്ടുള്ള സ്ഥലമാണ്. അതൊരു വോട്ട് ബാങ്ക് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ ഈ സ്ഥാപനങ്ങളുണ്ട്, സ്ഥാപനങ്ങളിൽ ജോലി നിൽക്കുന്നവരുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ സുകുമാരൻ നായരെ നമ്മൾ ഈ മലബാറിലോട്ട് ഇരുന്നിട്ട് ചീത്ത പറയുന്ന പോലെയല്ല, അവിടെ പോയിട്ട് ചീത്ത പറഞ്ഞാൽ വിവരം അറിയും. പിന്നെ മൂന്നാമത്തെ ആൾ യുവരാജ് ഗോകുൽ നായരാണ്. GRNലും യുവരാജ് ഗോകുൽ നായർ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. സ്വാഭാവികമായും നായർ കമ്മ്യൂണിറ്റി വോട്ടുകൾ ഇപ്പോൾ പ്രത്യേകിച്ചും BJP-യുടെ ഒരു ചെറിയ താല്പര്യം കൂടെ ഹിന്ദുക്കൾക്കിടയിലുള്ള സമയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതാണ്. അതിൻ്റെയൊക്കെ ഒരു ബലം കൂടെ വരുമ്പം പിന്നെ ഒരു മോദി ഭക്തി ഇവർക്കും അല്ലാതെ ഉണ്ട്. യുവരാജ് ഗോകുലാണെങ്കിൽ ഇവരുടെ ഒരു നാക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സന്ദീപ് വാര്യരും കൂടെ പോയതിന് ശേഷം BJP-ക്കകത്ത് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചയിൽ സ്ട്രോങ് ആയിട്ട് വരുന്ന, അഗ്രസീവായിട്ട് അറ്റാക്കിങ്ങിലേക്ക് പോകുന്നത്. സന്ദീപ് വാചസ്പതി അറ്റാക്കിങ്ങിലേക്ക് പോകത്തില്ല, അക്കാദമിക്കായിട്ടേ ചർച്ച ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ ഡിബേറ്റർ എന്നുള്ള രീതിയിൽ യുവരാജ് ഗോകുലിലേക്ക് കുറച്ച് വോട്ടുകൾ ഒഴുകിപ്പോവുകയും CPM-ന് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന അങ്ങനെ ഒഴുകിപ്പോവുകയും ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഭാഗമായിട്ട് നായർ വോട്ടുകളിൽ തന്നെ ചിലത് കോൺഗ്രസ് ഫാമിലി എന്നൊക്കെയുള്ള രീതിയിൽ UDFന് അനുകൂലമായിട്ട് പോവുകയും, കാരണം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയല്ല BRM ഷഫീറിനെ ആരും മുസ്ലിമായിട്ട് കാണുന്നുമില്ല, യുവരാജ് ഗോകുലിനെ ആരും നായരായിട്ട് കാണുന്നില്ല, GRNലിനെ അങ്ങനെ കാണുന്നില്ല കേട്ടോ. അങ്ങനത്തെ അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ തെക്കോട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ജാതി മതമൊക്കെ എല്ലാം കീറി മുറിച്ച് നോക്കുന്ന സ്വഭാവമുണ്ട്. അത് വട്ടിയൂർക്കാവിലും ബാക്കിയുള്ളടത്തൊക്കെ ഉണ്ട്. നമ്മളെ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് ഞങ്ങളുടെ മലബാറിലോട്ട് ഈ നോട്ടമില്ല, മുണ്ടുപോക്കി നോക്കാൻ നിൽക്കത്തില്ല, ഇത് ഇവനെ ഏതാ ഇനത്തിലുള്ളതെന്ന് നോക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ നായർ വോട്ടുകൾക്കകത്തൊരു സ്പ്ലിറ്റ് വരികയും ഷഫീർ ചിലപ്പോൾ ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 2031
നെടുമങ്ങാട് മണ്ഡലം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മണ്ഡലത്തെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റാൻ ഒരു പക്ഷേ യുവരാജ് ഗോകുലിന് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BRM ഷഫീർ ജയിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ കാല് വരാതിരിക്കണം. കോൺഗ്രസ്സുകാർ കാല് വരിക എന്ന് പറഞ്ഞാൽ വാഹിദ് പല കാല് വരാനുള്ള പണി ചെയ്താലേ ഉള്ളൂ, അല്ലാതെ കോൺഗ്രസ്സുകാർ കാല് വരത്തില്ല. കാരണം പൊതുവെ എല്ലാവർക്കും ഒരു സഹതാപം ഉള്ളതാണ്. കാരണം CB ഇത് തൊണ്ടരെ വെള്ളവും പറ്റിച്ച് രാവിലെ തൊട്ടിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എല്ലായിടത്തും ഇങ്ങനെ പോയി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക, ഒന്നും ആയിട്ടില്ലല്ലോ, ജീവിതത്തിലൊന്നും ആയിട്ടില്ല, ഒരു സ്ഥാനത്ത് എത്തിയിട്ടില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സഹതാപവും ഒരു ആനുകൂല്യവും ഒക്കെ പൊതുവെ ഉണ്ടാവും. ലീഡർഷിപ്പിനും താല്പര്യമുള്ള ആളാണ്, അത് ഗ്രൂപ്പിസത്തിന് അതീതമായിട്ട് താല്പര്യമുണ്ട് ഷഫീറിനെ ഒന്ന് പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഷഫീറിന് വാഹിദ് ഈ വയസ്സുകാലത്ത് എനിക്ക് തന്നെ വേണം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ തുണി നോക്കി കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സീറ്റ് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷഫീറോടെ വരും. ഷഫീറോടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്കകത്ത് ഷഫീർ ജയിച്ചു പോകാനുള്ള സാധ്യതയാണ് ഞാൻ മുൻകൂട്ടി കാണുന്നത്. മാത്രമല്ല 2031 ആകുമ്പോഴേക്കും അപ്പോഴത്തേക്ക് സിനറിയോ ആകെ മാറും. ഈ BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2031 2031 കേരളം പിടിക്കുക എന്നുള്ളതാണ്. അത് രാജീവ് ചന്ദ്രശേഖർ തൊട്ട് അവരുടെ അടിത്തട്ടിൽ വരെയുള്ളവരുടെ ഒരു പ്ലാൻ, അവരുടെ മിഷൻ 2031 എന്നുള്ളതാണ്. ആ സമയത്തേക്ക് നെടുമങ്ങാട് നിന്ന് മത്സരിച്ച് ജയിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് യുവരാജ് ഗോകുൽ അതിൻ്റെ മണ്ണൊരുക്കി കൊടുത്ത് അതിനെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും GRL വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ലെങ്കിൽ CPIക്ക് കയ്യിലുള്ള സീറ്റ് പോകുമെന്ന് പറയാതിരിക്കാൻ വയ്യ.